അറിയാമേയും പാർട്ട് 15. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീടും അടിക്കുമ്പോൾ എല്ലാം കണ്ട് ഞെട്ടി അവൻ അവളെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ എനിക്ക് ഒന്നും അറിയില്ല എന്ന പോലെ ഫോണിലേക്ക് നോക്കി നിൽപ്പാണ്. അവൻ ബില്ലും അടിച്ചു. ഡേ ഇതെല്ലാം പിടിച്ചേ. അവൻ പിടിച്ചിട്ടും ബാക്കിയുള്ളത് അവളോട് എടുക്കാൻ പറഞ്ഞതും അവൾ വന്ന് ബാക്കിയുള്ളത് കൂടെ എടുത്ത് അവൻ്റെ കൂടെ ഇറങ്ങി. നേരം ഒത്തിരി ആയല്ലോ, നമുക്ക് പുറത്തു നിന്നും കഴിച്ചിട്ട് പോയാലോ? നിന്റെ കൂടെ ഞാനോ? നോ നെവർ. ഈ കാണുന്നതെല്ലാം വെച്ച് സ്വയം അങ്ങ് ഉണ്ടാക്കുക. കാണുന്നതെല്ലാം വാങ്ങിയത് കണ്ടാ തോന്നും നീ ഇപ്പൊ ഉണ്ടാക്കുമെന്ത്. നിന്റെ വീട്ടിൽ എല്ലാം എൻ്റെ മമ്മയല്ലേ ഉണ്ടാക്കിയത്. നിന്റെ വീട്ടിൽ നിന്റെ മമ്മയും നിനക്ക് തിന്നാനല്ലേ അറിയൂ. എൻ്റെ കയ്യിലുള്ള പൈസ എങ്ങനെ ചെലവാക്കാം എന്നാലോചിച്ചുകൊണ്ട് എടുത്തതല്ലേ ഇതെല്ലാം. അതെ, അതുകൊണ്ട് തന്നെയാണ്. അതും പറഞ്ഞ് അവൾ മുഖം തിരിച്ചു. രണ്ടുപേരും ഫ്ലാറ്റിലെത്തിയതും സാധനങ്ങളെല്ലാം പരസ്പരം ദേഷ്യത്തിൽ എടുത്തുകൊണ്ടുവന്നു. അവൻ എല്ലാം അവിടെ ഹാളിലിട്ട് അവൻ്റെ മുറിയിൽ തുറന്ന് ദേഷ്യത്തിൽ അവളെ നോക്കി വലിയ ശബ്ദത്തിൽ അവൻ വാതിൽ അടച്ചു. അവൾ അവൻ്റെ വാതിലേക്ക് ദേഷ്യത്തിൽ നോക്കി. ഓ, നിന്റെ ദേഷ്യം കണ്ടെത്തോണം ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന്. അതും പിറുപിറുത്തുകൊണ്ട് അവൾ എല്ലാം ദേഷ്യത്തിൽ അവിടെ നിന്നും എല്ലാ സാധനങ്ങളും അടുക്കളയിൽ അടക്കി വെച്ചു. നേരം 10 മണിയാവാനായി. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല കർത്താവേ. അതും പിറുപിറുത്തുകൊണ്ട് അവൾ നൂഡിൽസ് ഉണ്ടാക്കി. ആ കോന്തനും കൊടുത്തേക്കാം. മറിയാമ്മ അത് പാത്രങ്ങളിലാക്കിക്കൊണ്ട് അവൾ അത് കൊണ്ടുവന്ന് മേശമേൽ വെച്ചു. ഒരു കോളിംഗ് ബെല്ല് കേട്ട് അവൾ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് യേശു അവൻ്റെ മുറിയുടെ വാതിലും തുറന്നു വന്നത്. പെട്ടെന്ന് ഹാളിലെ മെയിൻ ഡോർ തുറന്നു. കയ്യിലേക്ക് അവൻ ഓർഡർ ചെയ്ത ഫുഡ് നൽകി ഡെലിവറി ബോയ് പോയതും അവൻ ഒരു വിജയച്ചിരി ചിരിച്ചുകൊണ്ട് മേശമേൽ കൊണ്ടുവന്ന് വെച്ചു. അത് തുറന്ന് മന്തി അവൻ പുറത്തേക്കെടുത്തു. അതിൻ്റെ കൂടെ തന്നെ അൽഫാമും ഉണ്ടായിരുന്നു. അത് കണ്ടതും അവൾ കൊതിയോടെ ഒന്ന് നോക്കി. നീ ഇത് നോക്കി വെള്ളമിറക്കാൻ നിൽക്കേണ്ട, ഇതെല്ലാം എനിക്കാണ്. എനിക്കറിയാം നിനക്ക് ഈ നൂഡിൽസ് എല്ലാം ഉണ്ടാക്കാനേ അറിയൂ എന്ന്. അയ്യോ പാപം, എനിക്കും ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. എനിക്കൊന്നും വേണ്ട നിന്റെ നൂഡിൽസ്. അവൻ്റെ പുച്ഛത്തിലുള്ള സംസാരം കേട്ട് അവൾ അവനെ തുറിപ്പിച്ചു നോക്കി. അവൻ പുച്ഛത്തോടെ പറഞ്ഞ് അവൻ ഓരോന്നും കയ്യിലെടുത്ത് കഴിക്കാൻ തുടങ്ങിയതും അവൾ ദേഷ്യത്തിൽ അവനെ ഒന്ന് നോക്കി. അവൻ്റെ ഓപ്പോസിറ്റ് അവൾ ഇരുന്നു. അതിന് നിന്നോട് ഞാൻ പറഞ്ഞോ നൂഡിൽസ് കഴിക്കാൻ? അതും പറഞ്ഞ് അവൾ പുച്ഛിച്ചുകൊണ്ട് നൂഡിൽസ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുമ്പോൾ അവളെ നോക്കി ആസ്വദിച്ച് കഴിക്കുവാണ്. അവൾ മീൻഡ് ചെയ്യാതെ മുമ്പിലുള്ള കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുമ്പോഴാണ് എന്തോ ഓർത്ത പോലെ അവൾ പതിയെ വെള്ളക്കുപ്പി അവിടെ വെച്ചു. പെട്ടെന്ന് അവളുടെ പാത്രത്തിലുള്ള നൂഡിൽസ് തിന്നു തീർത്തു. അവന് വേണ്ടി ഉണ്ടാക്കിയ നൂഡിൽസ് അവൾ അവിടെ തന്നെ ബാക്കി വെച്ചു. പതിയെ അവിടെ നിന്നും എണീക്കുമ്പോൾ കൈയൊന്ന് നീക്കിക്കൊണ്ട് കുപ്പിയിലേക്ക് ഒന്ന് തട്ടിക്കൊണ്ട് അവൾ എണീറ്റതും കുപ്പി നേരെ പോയി മറിഞ്ഞത് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്കായിരുന്നു. അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ആ പാത്രം കഞ്ഞിയായിട്ടുണ്ട്. ഡേ, അവൻ ദേഷ്യത്തിൽ എണീറ്റുകൊണ്ട് വിളിച്ചതും അയ്യോ ഞാൻ കണ്ടില്ല. അവളൊന്ന് ഞെട്ടിക്കൊണ്ട് പറഞ്ഞു നിർത്തി. ഡേ, നീ അറിഞ്ഞുകൊണ്ട് തട്ടിയതാണെന്ന് എനിക്കറിയാം. എല്ലാം വെള്ളത്തിലായിപ്പോ. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതേ അല്ല, അറിയാതെ പറ്റിയതാ. അതും പറഞ്ഞ് അവൾ സങ്കടത്തോടെ അവനെ നോക്കി അവിടെ നിന്നും തിരിഞ്ഞതും ഒരു വിജയ ചിരി ഉണ്ടായിരുന്നു അവളിൽ. ആഹാ, ഒറ്റയ്ക്ക് തിന്നണം അല്ലേ? തിന്നട്ടോ, തിന്ന്. ഇനി ആ വെള്ളത്ത് കിടക്കുന്ന ആ കോഴിയും റൈസും എല്ലാം കഴിക്കട്ടോ. അതും പിറുപിറുത്തുകൊണ്ട് അവൾ അടുക്കളയിൽ പോയി പാത്രം കഴുകി വെച്ച് വരുമ്പോൾ വേണ്ടി ഉണ്ടാക്കി വെച്ച നൂഡിൽസ് അവൻ എടുത്തു നോക്കുന്നത് അവൾ കണ്ടതും അവളൊന്ന് ചുമച്ചുകൊണ്ട് വന്നതും അവൻ പെട്ടെന്ന് ആ പാത്രത്തിലേക്ക് നോക്കി ഛർദ്ദിക്കാൻ വരുന്ന പോലെ കാണിച്ച് അവിടെ നിന്നും എണീറ്റു അവൻ്റെ മുറിയിലേക്ക് പോയി. ഓ, നിന്റെ ഈ അഹങ്കാരം ഇന്ന് തീരും മോനെ എന്ന് ഉച്ചക്ക് കഴിച്ചിട്ടില്ല. ഇനി രാത്രിയുള്ളത് ആസ്വദിച്ച് കഴിക്കാൻ നിന്നത് കൊണ്ടല്ലേ വെള്ളത്തിലായത്. 5 മാസം കഴിയുമ്പോഴേക്ക് ഒന്നില്ലെങ്കിൽ നീ നന്നാകും, ഇല്ലെങ്കിൽ ഞാൻ. അതും ആലോചിച്ച് മനസ്സിൽ ചിരിച്ചുകൊണ്ട്
അവൾ ആ നൂഡിൽസ് അടച്ചു വെച്ചു. ഹാളിൽ ലൈറ്റ് ഓഫ് ചെയ്ത് മുറിയിലേക്ക് പോയി കിടന്നു. ഓ, വിശന്നിട്ട് വെയ്യല്ലോ. അതും പറഞ്ഞ് യേശു തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. അവന് ഉറങ്ങാൻ കഴിയുന്നേയില്ലായിരുന്നു. അവൻ അറിഞ്ഞുകൊണ്ട് വെള്ളം തട്ടിയതാണ്. അതെനിക്കറിയാം. ഇതിന് യേശു മറുപടി തന്നിരിക്കും. നോക്കിക്കോ നീ. അതും ആലോചിച്ച് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇനി വേറെ വഴിയൊന്നുമില്ല. അവൾ ഉറങ്ങിക്കാണും. ആ നൂഡിൽസ് സ്ഥലത്ത് കഴിക്കാം. അതും വിചാരിച്ച് പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി. ലൈറ്റെല്ലാം ഓഫാണെന്ന് കണ്ടതും ഹാളിൽ വന്നു. ലൈറ്റ് ഇടാതെ ഫോണിൽ ടോർച്ച് ഓൺ ചെയ്ത് വെച്ചു. അവിടെ ഇരുന്ന് പതിയെ കഴിക്കാൻ തുടങ്ങി. വിശന്നിട്ടാണോ അതോ ശരിക്കും രുചി ഉണ്ടായിട്ടാണോ? അതും ആലോചിച്ച് അവനത് കഴിച്ചു കയ്യാറായതും പെട്ടെന്ന് ഹാളിൽ വെളിച്ചം വന്നതും അവനൊന്ന് ഞെട്ടി നോക്കുമ്പോൾ കയ്യും കെട്ടി അവൾ അവനെ നോക്കുന്നുണ്ട്. അത് കണ്ടതും അവൻ ഒന്ന് തപ്പിത്തടഞ്ഞുകൊണ്ട് എണീക്കാൻ നിന്നതും, അയ്യോ, ഇനി അതിലൊന്നുമില്ല. ഇനി മോൻ രുചിയില്ല, നിന്റെ നൂഡിൽസോ എന്നൊക്കെ പറഞ്ഞ് അത് അവിടെ വെച്ച് എണീറ്റ് പോകാം എന്ന് വിചാരിക്കണ്ട. ഇത് നിന്റെ വീടല്ല. അതുകൊണ്ട് ആ പാത്രം അങ്ങ് കഴുകി വെച്ചിട്ട് പോകാം. അതേ നൃത്തത്തിൽ തന്നെ അവൾ പറഞ്ഞു നിർത്തിയതും, കഴുകാനോ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. അതെന്താ, നീ കഴുകിയാൽ പാത്രം തേഞ്ഞു പോകുമോ? പിന്നെ അറിയാത്ത പണിയാണെങ്കിൽ എടുക്കുമ്പോൾ അറിയുമെന്ന നിന്റെ അമ്മ എന്നോട് പറഞ്ഞത്. പിന്നെ പാത്രം ഇതുവരെ കഴുകി ശീലമില്ല എന്നാണെങ്കിൽ ഞാൻ ഇതെല്ലാം നിന്റെ വീട്ടിൽ വന്നിട്ടാ പഠിച്ചത്. നീ ഇനി ഇവിടെ വന്നിട്ട് പഠിക്കട്ടാ. ശേഷം നീ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേക്കണം. അതും പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞതും അവൻ ദേഷ്യത്തിൽ കൈ ഉയർത്തി തല്ലുന്നത് പോലെ കാണിച്ചതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും അവൻ അറിയാത്ത പോലെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. കൈയൊന്നും എയറിലേക്ക് പോകണ്ട. വക്കീൽ പറഞ്ഞത് ഓർമ്മ വേണം. ഇവിടെ 2 പേർക്കും തുല്യ അവകാശം. എന്തും പറയാനും പറ്റും. എന്തെങ്കിലും ചെയ്താലേ പിന്നെ ബോണ്ട് തിന്നേണ്ടി വരും. അവിടെ അത് കഞ്ഞിയാക്കാൻ ഞാൻ വീഴും. അതും പറഞ്ഞ് ഒരു വിജയച്ചിരി ചിരിച്ചുകൊണ്ട് അവൾ അവളുടെ മുറിയിൽ കയറി അവനെ നോക്കി ശബ്ദത്തിൽ വാതിലടച്ചു. ഓ, ഏത് നേരത്താണാവോ ഇതിനെ വിവാഹം കഴിക്കാൻ തോന്നിയത്? അതും പിറുപിറുത്തുകൊണ്ട് പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും മറിയാമ്മ പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകും. നിന്റെ വീട്ടുകാരെ നന്നാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ നിന്നെ ഞാൻ നന്നാക്കി എടുക്കും മോനെ. ഈ മറിയാമ്മയുടെ കളികൾ നീ അറിയുന്നേ ഉള്ളൂ. രാവിലെ പതിവ് പോലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി മാറ്റിയൊരുങ്ങി വരുമ്പോൾ മറിയാമ്മ മാറ്റിയൊരുങ്ങി വന്നു നിൽപ്പുണ്ട്. മറിയാമ്മ ദോശയും ചമ്മന്തിയും കഴിക്കുന്നത് ശ്രദ്ധിച്ച അവൻ അതൊന്ന് നോക്കി. ഇവൾക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയോ? യേശു ആത്മാ. അവൻ ഒന്ന് പുച്ഛിച്ച് പോകാൻ നിന്നതും വലിയ ഓഫീസറാണെന്ന് വിചാരിച്ച് ഓടിച്ചാടി ഇറങ്ങാൻ നിൽക്കാതെ ആദ്യം ആ വയറൊന്ന് നിറക്ക്. കഴിക്കുന്നത് ഇടയിൽ പറഞ്ഞു. രാവിലെ തന്നെ നിന്റെ ദോശ കഴിച്ച് ബാത്റൂമിൽ നിന്നും എണീക്കാൻ നേരം കിട്ടിയെന്ന് വരില്ല. യേശു. എന്നിട്ട് ഇന്നലെ ബാത്റൂമിൽ തന്നെ ആയിരുന്നു അല്ലേ? അവൾ അതും പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് എണീറ്റു. ഒരു കാര്യം കൂടെ, ഞാൻ ഓഫീസിലേക്ക് തന്നെയാണ്. ഓഫീസിലേക്കോ? അവൻ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. അയ്യോടാ, മോൻ മറന്നു പോയോ? വക്കീൽ എന്നോട് ഇനി മുതൽ ഓഫീസിൽ വരാൻ പറഞ്ഞത്. അതും പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് അവൾ എണീറ്റ് പോയി. ഓ, എന്ത് പറഞ്ഞാലും ഒരു വക്കീൽ. അതും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവൾ പോയ വഴിയെ നോക്കി. അവളുടെ ഒരു ദോശ എൻ്റെ പട്ടി കഴിക്കും. അതും പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. അവൻ വണ്ടിയുമെടുത്ത് പോകുമ്പോഴാണ് അങ്ങോട്ട് മറിയമ്മ ഓടി വരുന്നത്. അവൾ നേരെ പോയി വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയതും അവൻ പെട്ടെന്ന് വണ്ടി നിർത്തി. നീ എന്താടി ചാവ നടക്കുവാണോ? അവൻ ദേഷ്യത്തോടെ ഗ്ലാസ് താത്തിക്കൊണ്ട് ചോദിച്ചു. അപ്പം ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതും പറഞ്ഞ് വണ്ടിയുടെ മുമ്പിൽ നിന്നും മാറി വണ്ടി കയറാൻ വേണ്ടി ഡോർ തുറക്കാൻ വേണ്ടി നിന്നതും അവൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് അങ്ങ് പോയി.
ശ്ശേ! ഹ്. അവൻ വണ്ടിയുമെടുത്ത് പോകുന്നത് കണ്ട് അവൾ ദേഷ്യത്തിൽ നോക്കി. ഇല്ലെങ്കിലും എനിക്കറിയാം നിനക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. ഓ വലിയ MD അല്ലേ. അതും പറഞ്ഞുകൊണ്ട് അവൾ ബാഗിൽ നിന്നും സ്കൂട്ടിയുടെ ചാവി എടുത്തുകൊണ്ടിറങ്ങി. തെണ്ടി ചുന്തു, അതും കാണിച്ചു തരാം ഞാൻ. അതും പറഞ്ഞുകൊണ്ട് അവൾ വണ്ടിയെടുത്തു. വണ്ടിയും എടുത്ത് അവൾ പോകുമ്പോൾ ആരോ ഫോളോ ചെയ്യുന്ന പോലെ കണ്ട് അവൾ വണ്ടി സ്പീഡ് കൂട്ടി. ആരത്? കണ്ണാടിയിലൂടെ കാണുന്ന വണ്ടിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ വീണ്ടും സ്പീഡിൽ ഡ്രൈവ് ചെയ്തു. കർത്താവേ, ഏത് കുരിശായിനി! അവൾക്ക് ചെറുതായി ഭയം വന്നു തുടങ്ങിയിരുന്നു. അവൾക്കാവുന്ന പോലെ പെട്ടെന്ന് തന്നെ വണ്ടിയുമെടുത്ത് ഓഫീസിലെത്തി. ശ്വാസം, ആ വണ്ടി പോയോ? അവൾ തിരിഞ്ഞു നോക്കി പറഞ്ഞു. കൊണ്ട് തിരിയുമ്പോൾ മുമ്പിൽ കെവിനെ കണ്ടത്. അയ്യോ, പേടിച്ചു പോയല്ലോ. പേടിയോ നിനക്കോ? നിന്റെ തൊലിക്കട്ടി അപാരമാണല്ലോ. നീ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നല്ലോ. നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ എന്നൊന്ന് കാണണം. ദേഷ്യത്തിൽ ഹെൽമെറ്റ് അവൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയതും അത് കേട്ട് ഒന്ന് ഞെട്ടി അവളെ നോക്കി. ഇതെന്തിനാ എനിക്ക്? പെട്ടെന്ന് ഹെൽമെറ്റ് ശ്രദ്ധിച്ച അവൻ അതവിടെ വെച്ചുകൊണ്ട് അവളുടെ പുറകെ ഓടി. നീ ഇതെങ്ങോട്ടാ? അതെന്താ, MD സർ ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു. മറിയാമ്മ: ആണ്, നീ ഇപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ ഒരു മീറ്റിംഗ് ആണ്. എന്നാ പോയിട്ടേ കാര്യമുള്ളൂ. അവൾ അതും പറഞ്ഞ് ചാടിത്തുള്ളി വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും അവളൊന്ന് ഞെട്ടിപ്പോയി. ഏതോ ഒരു പെൺകുട്ടിയെ അവൻ തിരിഞ്ഞു നിന്ന് ചുംബിക്കുന്നു. ആ പെണ്ണ് അവൻ്റെ കൈകളിൽ പിടിച്ചിട്ടുണ്ട്. അത് കണ്ട് വാ തുറന്നുകൊണ്ട് ഛേ പെട്ടെന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഒപ്പം ആ പെണ്ണും. എന്താണ്, നിനക്ക് ഇങ്ങോട്ട് എങ്ങനെ കയറി വരണമെന്ന മര്യാദയില്ലേ? യേശു അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. ഹോ, ഞാൻ മര്യാദ കാണിച്ചു വന്നിരുന്നെങ്കിൽ പലതും കാണേണ്ടി വരില്ലായിരുന്നു. വലിയൊരു മാന്യൻ. ഞാൻ കാരണം നിങ്ങളുടെ മീറ്റിംഗ് മുടങ്ങേണ്ട. പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ഡോർ ദേഷ്യത്തിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോയി. അവിടെ കെവിൻ നിൽപ്പുണ്ടായിരുന്നു. മീറ്റിംഗ് പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. കൂട്ടുകാരന് വളം വെച്ച് കൊടുക്ക്. അതിൻ്റെ ഇടയിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ഒന്നുമല്ലാതെ ആക്കി തീർത്തതിന് നന്ദി. ഞാൻ പോകുവാണ്. ദേഷ്യത്തിൽ അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. തുടരും.